രാവിലെ എണീറ്റ് ഓഫീസിൽ പോവാട്ടാ. ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടൊക്കെ പോയാൽ മതി. അതുകൊണ്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് അടിപ്പാടിയാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. റോഡിലൊന്നും അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യമല്ല, റോഡിലൊന്നും ട്രാഫിക് ഇല്ല ഇന്ന്. അതുകൊണ്ട് വേഗം വണ്ടി പോകട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ള വീട്ടിൽ നിന്ന്, അതുകൊണ്ട് വേഗം എത്താറായി. അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ട്രാഫിക്കിൽ കിടന്ന് അയ്യോ ഒന്നും പറയണ്ട. അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നേ ഇല്ല. ഇന്ന് സാറ്റർഡേ ആണ്, നമുക്കപ്പോൾ ഇന്ന് ഫുള്ളൊരു റിലാക്സ്ഡ് മൂഡാണ്. പക്ഷേ ഓഫീസിൽ എനിക്ക് കുറച്ച് പണികൾ ഇന്നും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി ഇന്ന് പണിയൊക്കെ കുറവുള്ളൊരു ദിവസമായിട്ടാ. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അഫി എന്നെ കൊണ്ട് ആക്കാൻ വരികയാണ്. ആക്കാൻ വരല്ല, അഫിക്ക് ഓഫീസുണ്ട്. അഫി ഇപ്പം എന്നെ ആക്കിയിട്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ അഫിയുടെ ഓഫീസ്. അഫി അങ്ങോട്ട് പോകും. നമ്മൾ രാവിലെ ഇവായ ഡേ കെയറിലാക്കി. എനിക്ക് ഉച്ചയ്ക്ക് പോകട്ടോ, ഇന്ന് ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ ഓഫീസ് എത്തും കേട്ടോ. ഓഫീസിൻ്റെ വഴി എത്താറായിട്ടുണ്ട്. വേഗം വരണ്ട കേട്ടോ അഫി. 1 മണി വരെ ഓഫീസുള്ളേ. എനിക്ക് 1:30 വീട്ടിലെത്തണം. 1:30 പറഞ്ഞാൽ 3 മണിയാവാണ്ട് ഈ മനുഷ്യൻ വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു വളവ് തിരിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസാണ്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കുറച്ച് ആളുകൾ. കിരൺ വീട്ടിൽ പോണില്ല. കിരൺ വീട്ടിൽ പോവില്ല. വേണ്ട. അങ്ങനെതാ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ചധികം പണി ഉണ്ടായിരുന്നു. അങ്ങനെതാ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. ഇപ്പോൾ 2 മണി ആവാറായിട്ടോ. 1 മണി വരെ നമുക്ക് ഓഫീസുള്ളൂ. ബട്ട് സ്റ്റിൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം അഫി വരാനായിട്ട് നല്ല ലേറ്റ് ആവും. അഫി 15 മിനിറ്റിൽ എത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ പോകാനായിട്ട് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കൂടെ വീട്ടിൽ വരാം കേട്ടോ. പിന്നെ പുറത്ത് നല്ല വെയിലായോണ്ട് പിന്നെ നമ്മൾ പോണ വഴിക്ക് ഡ്രോപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അവരവിടെ നിന്ന് പണിയെടുത്തോട്ടെ. നമ്മളിവിടെ വെറുതെ പാൻഡിങ്ങിൽ വന്നിട്ട് വെറുതെ കഥയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. വിജയ് ചേട്ടാ ബൈ. ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി. 2 മണിക്കുള്ളിൽ മാക്സിമം എത്തുമെന്ന് വിചാരിച്ച്. ഇപ്പം 2:15 ആയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങാണേ. ഒരു കിളി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട് കേട്ടോ. അതിനോട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ തുറന്നിട്ടിട്ട് സാധനം പോകുന്നില്ല. നിങ്ങളുടെ ബാഗിൻ്റെ ഉള്ളിൽ അഫിനെ കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ പതിയെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയില്. എങ്ങോട്ട് പോവാനാ? അവിടെ എന്തോ ലഡു കിട്ടും വാങ്ങാന്ന് പറഞ്ഞ് പോണുണ്ട് കേട്ടോ ഒരാള്. അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ ഒരു നേരമായി 3:30 വീട്ടിലെത്തിയപ്പോൾ ഇവാൻ വിളിച്ച് വന്ന്. അങ്ങനെ അഫയാണെങ്കിൽ വന്ന പാടെ അഫയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ആയതും പറഞ്ഞ് ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ തിരിച്ചുപോയി. അപ്പം ഞാനും ഇവായ ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ്. പക്ഷെ അഫ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ തൽക്കാലം അഫയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവായും കൂടി ഇനി ഫുഡ് കഴിക്കാൻ പോവാണേ. ഇവ ഇവിടെ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലിരിക്കുക കേട്ടോ. ഇതെന്താ ഇവ? ബോക്സിന്റെ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അഫി ഇല്ലാത്ത നേരം നോക്കി എടുത്തതാണ്. അഫി കണ്ട് വഴക്ക് പറയട്ടെ ഈ സാധനമൊക്കെ ഇങ്ങനെ എടുത്ത് നിരത്തി വെച്ചാൽ അല്ലേ. ഡാഡി എപ്പോഴാ പുറത്ത് പോവാന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു. അവസാനം അഫി ഇല്ലാത്ത തക്ക നോക്കിയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അഫിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റൂമിൽ വെക്കണം കണ്ട അപ്പോഴെടുത്ത് പുറത്ത് കളയും. ഇനി ഞാനീ വായും കൂടെ ഇത് കഴിച്ചു തീർക്കണം അല്ലേ വാ. ഫുള്ളൊന്നും കഴിച്ചു തീർക്കൂല. ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ടാണ് തിന്നുന്നത്. എന്തിനാ ഇതൊക്കെ ആയിട്ട് വന്നേക്കണേ? അതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ ഇവിടുത്തെ ചാർക്കോൾ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാർക്കോളാട്ടോ. അപ്പം നമ്മൾ സ്മൈലിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഓഫർ ഉണ്ട്. എനിക്ക് തോന്നുന്നു 21 dirhamsന് നമുക്കൊരു ഫുൾ ചാർക്കോൾ കിട്ടും കേട്ടോ. അപ്പൊ ശരി, നമ്മള് ഫുഡ് കഴിച്ചിട്ട് വരാം.
ഫുഡ് കഴിച്ചായിട്ട് ആ കുറച്ച് തുണി പുറത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ഞാനത് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ എടുത്ത് ഇടാറുണ്ട് കേട്ടോ. രാത്രി കഴുകിയിടുന്ന തുണിയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അയ്യോ തുണി കിടക്കണമല്ലോ എന്ന് ഓർത്തത്. പിന്നെ അത് വിരിക്കാൻ അകത്തിടാൻ നിന്ന് കഴിഞ്ഞാൽ നേരം പോകും. അങ്ങനെ ഓടിപ്പോയതാട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വരുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അങ്ങനെ പിന്നെന്താ, അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാട്ടോ. ഇനി കുറച്ച് നേരം ഉറങ്ങണം. ഉറക്കം കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തേ ഉള്ളൂ. ഈ ഒരു ദിവസം ഈ ഒരു നേരത്ത് കുറച്ചൊരു ഉറക്കം ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാട്ടോ. അങ്ങനെ ഞാനപ്പോൾ ഇനി ഉറങ്ങട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാവേ. ഇനിയിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാട്ടോ. ഇതൊക്കെ ഈ അടുത്ത് വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഈ ഒരു ഫിറ്റ്മീയുടെ ഫൗണ്ടേഷൻ ആട്ടോ. 310 ആട്ടോ ഷെയ്ഡ്. ഞാൻ എപ്പോഴും വലിയ ഫൗണ്ടേഷനാണ് വാങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു ചെറിയ ഫൗണ്ടേഷൻ വാങ്ങി നോക്കിയാട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഫിറ്റ്മീയുടെ തന്നെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതും അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു കോമ്പാക്റ്റ് ആണ്. അടുത്തത് അക്വാലോജിക്കയുടെ ഒരു ഡിറ്റാൻ സൺസ്ക്രീൻ ആട്ടോ. SPF 50+ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സൺസ്ക്രീൻ ആണ്. നമുക്ക് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് അടുത്തത് ഈ ഒരു ഷെഡ്സിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആട്ടോ. ഇതും നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് അഗെയിൻ ദ അക്വാലോജിക്കയുടെ ഈ ഒരു മോയ്സ്ചറൈസർ വരുന്നുണ്ട് കേട്ടോ. ഇത് പപ്പായ ആൻഡ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ടഫീടെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചാടിയതാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വീക്കെൻഡ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് പോകണം കേട്ടോ. എനിക്കങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളൊന്നും പോയില്ലെങ്കിലും എവിടെയെങ്കിലും പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലേ. ഇക്കാര്യത്തിൽ അഫിയാണെങ്കിൽ ഭയങ്കര ഓപ്പോസിറ്റ് ആട്ടോ. അഫിക്ക് വീട്ടിലിരിക്കണം, എവിടെയും പോകരുത്, ചുമ്മാ വീട്ടിലിരുന്ന് വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഇരിക്കാനാട്ടോ അഫിക്ക് ഇഷ്ടം. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ എല്ലാ ആഴ്ചയും അടി ഉണ്ടാവുന്നൊരു കാര്യമാട്ടോ. എനിക്കെത്ര ജോലിക്ക് പോയാലും എവിടെ പോയാലും എനിക്ക് ആ ഒരു വീക്കെൻഡ് ഉണ്ടെങ്കിൽ അതെനിക്ക് നല്ലോണം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണം കേട്ടോ. അതായത് ഇങ്ങനെ ഒരുപാട് കാശ് കളഞ്ഞ് അങ്ങനെ അടിച്ചു പൊളിക്കണം എന്നല്ല, പക്ഷെ എനിക്ക് എവിടെയെങ്കിലും കുറച്ച് നേരം പോയി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ പോകുന്നത് ദേരയിൽ നിന്ന് നമ്മൾ ദുബായിലേക്കുള്ള ആ ഒരു ബോട്ടിംഗ് സർവീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ്. ഈ ഒരു ബോട്ട് സർവീസ് ഇവിടെ വർഷങ്ങളായിട്ടുള്ള കേട്ടോ. ഞാനിവിടെ വന്ന കാലം തൊട്ട് കേൾക്കാറുണ്ട് 1 dirham കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റുമെന്ന്. പക്ഷേ ഇതുവരെ പോയിട്ടില്ല എന്നല്ല കേട്ടോ സത്യം. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, എനിക്കാണെങ്കിൽ ഇങ്ങനെ കായലിലേക്ക് നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ബോട്ടും വെള്ളവും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു യാത്ര അടിപൊളിയായിരുന്നു. നമ്മൾ ജസ്റ്റ് ദുബായിലെത്തിയിട്ട് അവിടെ കുറേ ഇങ്ങനെ ഒരു സ്ട്രീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് വെറുതെ ഇങ്ങനെ നടന്നേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങണം എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് കാശൊന്നും ചിലവാക്കിയില്ലെങ്കിലെന്നല്ല, ഞാൻ അങ്ങനെ ചിലവാക്കാറില്ല കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ കണ്ടിടന്നാൽ മതി. ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ കുറേ ആളുകളും തിരക്കുകളൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ ഭംഗിയുള്ള സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ പ്ലേറ്റുകളാണെങ്കിലും കുറേ ഡ്രസ്സുകളാണെങ്കിലും അങ്ങനെ കുറേ കുഞ്ഞു സാധനങ്ങളും നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണേ. നിങ്ങൾക്ക് ഇങ്ങനെ വീക്കെൻഡ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാനാണോ അതോ വീട്ടിലിരിക്കാനാണോ ആഗ്രഹം എന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും പുറത്ത് പോകാനും ആ ഒരു ദിവസം മാക്സിമം എൻജോയ് ചെയ്യാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അഫീനെ പോലെ കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് വീട്ടിലിരിക്കാനും എന്താ പറയുക, ചുമ്മാ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരിക്കാനായിരിക്കും കേട്ടോ ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ ദിവസം മൊത്തം പോയ പോലത്തെ ഒരു ഫീലാട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് പോകണം കേട്ടോ. എന്നാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. എന്നെപ്പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്, അഫിയെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യേ. ശരിക്കും ഞാൻ വീട്ടിലിരിക്കാറില്ല. ആഴ്ചയിൽ ഇപ്പോൾ 6 ദിവസം പുറത്ത് തന്നെ ആണ്. എന്നാലും അങ്ങനല്ലല്ലോ, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലല്ല നമ്മൾ അല്ലാണ്ട് പുറത്ത് പോകുമ്പോൾ ഉള്ള കേട്ടോ. ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഓഫീസിൽ പോകണു, നമ്മുടെ ഡ്യൂട്ടി ചെയ്യണു, തിരിച്ചു വരുന്നു, അതല്ലാണ്ട് അവിടെ വേറെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അല്ലാണ്ട് നമ്മളൊന്ന് സമാധാനമായിട്ട് പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അതൊരു ഭയങ്കര രസമാട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കരിമ്പൻ ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. കരിമ്പെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കരിമ്പിൻ്റെ കളറല്ല, നമുക്ക് നല്ല കറുപ്പ് കളറിലെ കരിമ്പല്ലേ. ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഒരു യെല്ലോ കളറിലുള്ള കരിമ്പായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായേ. അങ്ങനെ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് ഞങ്ങളിതാ തിരിച്ച് ദേരയ്ക്ക് പോവുകയാണ്.
അങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ കറങ്ങി നടന്ന് വെറുതെ ചുമ്മാ സമയം കളഞ്ഞിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് കടയിലാണ് പോയത്. ഇത് കിസൈസിലുള്ള ഒരു കടയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് കാണാറുണ്ടെങ്കിലും നമ്മൾ കയറി നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ബീഫ് കറിയും നമ്മുടെ നാട്ടിലിങ്ങനെ എന്താ പറയുക കല്യാണ വീട്ടിലൊക്കെ വിളമ്പിത്തരില്ലേ, ആ ഒരു രീതിയിൽ അവരിങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് മതിയാവുന്ന വരെ വിളമ്പിത്തരും കേട്ടോ. കറിക്കും ചോറിനൊന്നും അങ്ങനെ വലിയ ലിമിറ്റൊന്നുമില്ല. നമ്മൾ എത്ര വേണമെന്ന് പറയുന്നോ അത്രത്തോളം അവർ വിളമ്പിത്തരും. ഇതിൻ്റെ കൂട്ടത്തിൽ അച്ചാറും ചമ്മന്തിയും ബീട്രൂട്ടിൻ്റെ ഒരു സംഭവവും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നേ. ഇവാക്കാണേലും ഇഷ്ടമായിട്ടാ. ഇവ അതാ ഫസ്റ്റ് ടൈമാണ് സ്വന്തമായിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. പാതിരായിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.